ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ രാധമേ ഒരു ദിവസത്തേക്ക് എന്നോട് അവധി ചോദിച്ചിരിക്കുന്നത്. ഇന്ന് അവരവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങേണ്ട സമയവും കഴിഞ്ഞു. അപ്പോ ഞാൻ അങ്ങോട്ട് പോവാ. അവരെങ്ങോട്ട് പോയാലും ഞാൻ പുറകെ ഉണ്ടാവും. വിടില്ല ഞാൻ. അതങ്ങനെ തന്നെയാ. ഹലോ ഹലോ, അംബിക മാഡം അല്ലേ? അതെ, അംബിക വർമ്മയാ. ആരാ? ഞാൻ ജയചന്ദ്ര വർമ്മ. ഓ സോറി, ഞാൻ ജയനാ, രാജുവിന്റെ അളിയൻ ജയൻ. ജയനോ? മറ്റേ ഊളയാ, ഓണത്തിന് മാവേലി വേഷം കിട്ടിയ ജയൻ, രാജുവിന്റെ അളിയൻ. ഓ സംസാരിക്ക. അവൻ രാജുവിന്റെ 1-ാം നമ്പർ പാരയാ. എന്തെങ്കിലും കാര്യം കാണും, സംസാരിക്ക. ആ മനസ്സിലായി. അല്ല, എന്തിനാ ജയ വിളിച്ചേ? മാഡം ഒരു ഹെൽപ്പ് വേണമായിരുന്നു, അതിനാ ഞാൻ വിളിച്ചത്. എന്ത് ഹെൽപ്പാ വേണ്ടേ? മടിക്കണ്ട, പറ ജയ. രാജു അളിയൻ ഞാനൊക്കെ ആ രുക്മിണി ചേച്ചിയുടെ വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നത്. ഇപ്പൊ രുക്മിണി ചേച്ചി ഇവിടെ വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അയ്യോ, എന്ത് പ്രശ്നം? അല്ല, പ്രശ്നം അശോ, അത് കൊള്ളാലോ. അവൾ എന്ത് മര്യാദകേടായി കാണിച്ചേ. മാഡത്തിന്റെ ഫ്രണ്ടല്ലേ ഈ രുക്മിണി ചേച്ചി? മാഡം പറഞ്ഞ ചേച്ചി കേൾക്കും. അവരോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് തരുമോ? അതെന്താ ജയ അങ്ങനെയൊക്കെ പറയുന്നേ? ജയൻ ഞങ്ങളുടെ റിലേറ്റീവ് അല്ലേ. ജയൻ പറഞ്ഞാ ഞാൻ കേക്കാതിരിക്കോ? താങ്ക് യു മാഡം. ജയനെ ഫോണ് വെക്കേ, ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഓ ശരി. എന്താ എന്താ അമ്മേ? രുക്മിണിയെ അവിടെ പണി തുടങ്ങി. എന്തു പണി? എടാ, എല്ലാത്തിനും അവര് കുടിയിറക്കുവാ. ഇതിൽ പരം ഒരു സന്തോഷ വാർത്ത ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. അല്ല, അമ്മ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് നീ ഒന്ന് കണ്ടോ. അംബികെ. ആ രുക്മിണി, കൺഗ്രാചുലേഷൻസ്. എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇതൊക്കെ അംബിക എങ്ങനെ അറിഞ്ഞേ? ആരാ പറഞ്ഞേ? ഇപ്പോ ആ ജയൻ വിളിച്ചു, റിക്വസ്റ്റ് ചെയ്തു. രുക്മിണിയോട് പറഞ്ഞ് ഞാൻ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണോന്ന്. അപ്പൊ അംബിക മധ്യസ്ഥതയ്ക്ക് വിളിച്ചതാണല്ലേ? പിന്നെ ഞാൻ മദർ തെരേസയല്ലേ, ഇവരോടൊക്കെ കാരുണ്യം കാണിക്കാൻ. നാളെ രാവിലെ എല്ലാത്തിനെയും കഴുത്തിന് പിടിച്ച് വെളിയിലേക്ക് ഇറക്കണം. ചട്ടിയും കലവും ഉപ്പുമാങ്ങ ഭരണിയൊക്കെ എടുത്ത് മുറ്റത്തിട്ട് തല്ലിപ്പൊട്ടിക്കണം. അതെ, സഹായത്തിന് ആള് വേണമെങ്കിൽ പറഞ്ഞാ മതി. ഞാൻ ദീപകിനോട് പറഞ്ഞ് കുറച്ച് ഗുണ്ടകളെ ഏർപ്പാടാക്കി അങ്ങോട്ടേക്ക് അയക്കാം. സഹായത്തിന് ആളൊന്നും വേണ്ട. അവരെയൊക്കെ അടിയോട് തറക്കാൻ ഈ രുക്മിണി മാത്രം മതി. ശരി. എങ്ങനെയുണ്ട് എന്റെ മധ്യസ്ഥത? സൂപ്പർ. നാളെ എല്ലാവരും തെരുവില്. പുട്ടുകൂടെ അതെ. അമ്മ, നമ്മൾ എങ്ങോട്ട് പോവാ? ദോ നിൽക്കുന്നു നിന്റെ അച്ഛൻ. അങ്ങോട്ട് ചോദിക്ക്, എന്തെങ്കിലും ലക്ഷ്യം കാണും. രാജു, എന്താ?
ശരി മാഡം. അതെ ദാണ്ട, എനിക്കിങ്ങനെ കണ്ട കടത്തിണ്ണേ കിടക്കാനും പോലീസുകാരുടെ തല്ലുകൊള്ളാനും ഒന്നും പറ്റത്തില്ല. ഞാൻ എന്റെ വീട്ടിൽ പോവും. അല്ല, മന്ത്രിമോൾ എങ്ങോട്ടാ? വല്ല കടത്തിണ്ണെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണോ? ഞാനൊന്ന് പുറത്തേക്ക് പോവാ വല്യമ്മേ. അല്ല, ഈ ഗതിയില്ലാത്ത അഗതികൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന എന്തോ ഒരു പദ്ധതി ഉണ്ടല്ലോ മന്ത്രിയുടെ വകുപ്പില്. അങ്ങനെയെങ്കിലും ദരിദ്രവാസിയായ ഭർത്താവിനെ ഒന്ന് സഹായിക്ക്. ഒരു മന്ത്രി കൊച്ചമ്മ, 15 ബംഗ്ലാവുള്ള കെട്ടിലമ്മ. മോളെ, നീ വരുന്നോ എന്റെ കൂടെ? എങ്ങോട്ട്? കൂടും കുടുക്കയെടുത്ത് എല്ലാവരും ഇറങ്ങിപ്പോകുന്നത് കാണാം. ഞാൻ രാജുവിനെ അവന്റെ വീട്ടുകാരെയും അവിടുന്ന് ഇറക്കി വിടാൻ പോവാ. നിനക്കത് കണ്ട് സന്തോഷിക്കാം. ഒരു പ്രതികാരം. എന്റെ പ്രതികാരം അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതിന് ഞാൻ ഒറ്റയ്ക്ക് മതി. എനിക്ക് ആരുടെ സഹായവും വേണ്ട. വല്ല കടത്തണ്ണയിലോ തെരുവിലോ പോയി കിടക്കട്ടെ. നാശങ്ങളും. എന്റെ മകനെ അവർ തട്ടിയെടുത്തു. നിന്റെ ജീവിതവും തകർത്തു. ഇനി അവരോട് ഞാൻ ക്ഷമിച്ചാൽ ദൈവം പോലും എന്നെ വെറുതെ വിടില്ല. ആ രാധമേ ഒരു ദിവസത്തേക്ക് എന്നോട് അവധി ചോദിച്ചിരിക്കുന്നത്. ഇന്ന് അവരവിടെ നിന്ന് ഇറങ്ങണം. ഇറങ്ങേണ്ട സമയവും കഴിഞ്ഞു. അപ്പോ ഞാൻ അങ്ങോട്ട് പോവാ. അവരെങ്ങോട്ട് പോയാലും ഞാൻ പുറകെ ഉണ്ടാവും. വിടില്ല ഞാൻ. അമ്മ എന്താ ആലോചിച്ചിരിക്കുന്നത്? അല്ലട ദീപകെ, ആ തെരുവിലേക്കും കടത്തിണ്ണയിലേക്കും പോകുന്നവരെ അങ്ങനെ വെറും കൈയോടെ വിടുന്നത് ശരിയാണോ? ഒരു സമ്മാനം കൂടി കൊടുത്തു വിടണ്ടേ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ കാണിച്ചുതരാം. അംബിക മാഡം ഫോൺ എടുക്ക. ഹലോ, മണിയല്ലേ? വള്ളക്കടവ് മണി. അതെ. എന്നെ മനസ്സിലായില്ലേ? ആ, അംബിക മാഡം അല്ലേ? മനസ്സിലായി. കാര്യം പറഞ്ഞു. മണി, ഇത് പെട്ടെന്ന് ആലോചന വന്ന ഒരു കൊട്ടേഷനാ.